പലപ്പോഴും കേട്ടിട്ടുള്ള നമ്മുടെ സിനിമയിലും അല്ലാതെയും സ്ത്രീവിരുദ്ധത പറയുന്നിടത്ത് തൊട്ടപ്പോൾ അങ്ങ് അലിഞ്ഞുപോയി. ഒരാണ് കയറി അടക്കം പിടിച്ചു കഴിഞ്ഞപ്പോൾ അവളങ്ങ് തീർന്നുപോയി. അവർക്ക് റെസിസ്റ്റ് ചെയ്തരാം. ഹിറ്റ്ലർ എന്ന് പറയുന്ന സിനിമയുടെ ഏറ്റവും വലിയ സ്ത്രീവിരുദ്ധത എവിടെയാണ്? ഒന്നും മൂളിയിരുന്നെങ്കിൽ, ഒന്നും മിണ്ടിയിരുന്നെങ്കിൽ, ഒരു ഗുരുനാഥൻ, ഏറ്റവും റെസ്പെക്ട് ചെയ്യുന്ന ഗുരുനാഥൻ്റെ പൊസിഷനിലുള്ള ഒരാൾ ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു സ്ത്രീയെ പൊണ്ടടക്കം പിടിച്ച് അടിമപ്പെടുത്തുന്ന സമയത്ത് പിന്നെ അതിനൊരു എക്സ്ക്യൂസ്, ഒരു ചോദ്യം, നായകൻ ഒരു അക്ഷരം തിരിച്ചു മിണ്ടാനില്ലാതെ നായകൻ നിന്നു പോകുന്നൊരു ചോദ്യം, അവളൊന്ന് പ്രതികരിച്ചിരുന്നെങ്കിൽ. ഈ പെണ്ണിന് മെൻസ്ട്രേഷൻ സൈക്കിളിനകത്ത് അവൾക്ക് ചില ദിവസങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പ്രകൃതി ഇണചേരാൻ വേണ്ടി സ്വാഭാവിക ഇൻസ്റ്റിങ്ക്റ്റ് കൊടുക്കുന്ന സമയമാണ് സ്ത്രീക്ക്. പുരുഷനതില്ല. പുരുഷൻ ഏത് സമയവും പറ്റും, ഏത് സമയവും ആകും, ഒരു നോട്ടത്തിൽ അവൻ പ്രശ്നക്കാരനാകും, ഇതെല്ലാം ചെയ്യും. പക്ഷെ സ്ത്രീക്ക് ഈ 28 ദിവസത്തിൻ്റെ സൈക്കിളിനിടയിൽ, ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ഞാൻ ആഭാസം പറയുന്നതെന്ന് ചിന്തിക്കരുത്. നമ്മളുടെ ഈ ലിറ്ററസി എന്ന് പറയുന്ന വാക്കിൻ്റെ എക്സ്പ്ലനേഷൻ അവിടെയാണ്. ഒരു സോഷ്യൽ ലിറ്ററസി, ഹ്യൂമൻ ലിറ്ററസി, അനാറ്റമിക്കലി അല്ലെ സ്ത്രീ എന്ന് പറയുന്നതിനകത്തുള്ള സാക്ഷരത, ഈ 28 ദിവസം പ്രകൃതി കൊടുക്കുന്ന ഇൻസ്റ്റിങ്റ്റുകൾക്ക് അകത്തു പോകുന്ന ഒരു ഫിനോമിനനാണ് പെണ്ണ്. അപ്പോൾ അവളെ ഏറ്റവും നന്നായി, അവളെ ഒരു പ്രശ്നങ്ങളിലും പെടാതെ അവളെ നല്ല രീതിയിൽ ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് ഈ സമൂഹത്തിൻ്റെ സംഭാവനകളിലേക്ക് അവൾ വരണമെങ്കിൽ അവൾ സ്ത്രീ എന്ന് പറയുന്ന ഫിനോമിനൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള എൻവയോൺമെൻറ്റ്സ് അവൾക്ക് വേണ്ടി ഉണ്ടാവണം. ഇതാണ് ഏത് വർക്ക് പ്ലേസും, ഏത് കുടുംബവും, ഏത് വിദ്യാഭ്യാസ സ്ഥാപനവും ഒരു പെൺകുട്ടിയെ ട്രീറ്റ് ചെയ്യേണ്ടിടത്ത് അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ടുന്ന വിവരം, അത് സാക്ഷരതയാണത്. അവിടെ നിന്നുണ്ടാവുന്നൊരു മൈൻഡ് സെറ്റ് ടീച്ചർ എവരി പേഴ്സണ് വേണം. കുട്ടികൾക്ക് വേണം, പുരുഷന്മാർക്ക് വേണം, മാതാപിതാക്കൾക്ക് വേണം, വയോജനങ്ങൾക്ക് വേണം, നമ്മുടെ ക്യാപ്റ്റൻസിക്ക് വേണം. ഇതാര് പറയും? Okay, I'll take up another thing that is not even thought about in Malayalam cinema. Maternity leave, creches. I mean, a lot of women who work, I know, I worked, have nowhere to leave your children. Every IT company has a creche. Everybody. Now that I'm even saying it, everybody will be astonished. Creche vano any? Creche vano? That's not the point. The point is maternity leave vano. Poi pani nokka. Jolly cheyyanda. 3 varsham jolly cheyye vano. Why? Because I am not given the status of a professional. That is the problem. I am an editor. I may be a freelance editor, but maybe I'm having a child and I need time off. How do I support myself? How do I support my child? Are these not questions that our unions, our associations, all of these have to together put their mindset? What I'm saying is, when we are talking about dealing with it in a contemporary manner, I'm saying these are also issues that need to be. It is not so impossible that we can talk about this. May not be possible. But why is it that any time these questions are raised, we are thought of as some troublemakers? Do you all not get maternity leave? Do you not get, do you not have creches? These are very basic things. The point is, I think there is a sense that there are very few women in cinema, very few women. Why should we bother about them? That is what we want to change. Because of the lower numbers, so it becomes a kind of vicious cycle. Attrition is the highest in cinema. Do 1 film, do 2 films, and you have to leave because you have nothing to fall back on. ഇതിൻ്റെ ഒരു കൗണ്ടർ ക്വസ്റ്റ്യൻ പലപ്പോഴും ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് കേൾക്കുന്നുണ്ട്. ഇപ്പം മീ ടു മൂവ്മെൻറ്റ് വന്നതിന് ശേഷം അതിൻ്റെ ഒരുപാട് പോസിറ്റീവ് ഫോളോവേഴ്സ് ഉള്ളപ്പോൾ തന്നെ നെഗറ്റീവായിട്ട് പറയപ്പെടുന്നത് ക്യാമറയുടെ പുറകിൽ നിൽക്കുന്ന ഒരുപാട് സ്ത്രീകൾ, ഇപ്പം AD ആയിട്ട് നിൽക്കുന്നവർ, അങ്ങനെ അവരൊക്കെ പലർക്കും ചാൻസസ് ഇല്ലാതാവുന്നു. കാരണം ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും റിസ്ക് എടുത്തൊരു സ്ത്രീക്ക് എന്തിന് ഇത് കൊടുക്കണം? പിന്നെ എൻ്റെ എക്സ്പീരിയൻസ് ഡിഫറെൻ്റ് ആയിരുന്നു. ഞാൻ മോളുണ്ടായിട്ട് 3 മാസം ആകുമ്പോഴാണ് സീരിയലിലേക്ക് എൻട്രി ചെയ്യുന്നത്. അതുവരെ കൊച്ചു സിനിമ സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ കല്യാണം കഴിഞ്ഞ് അഭിനയിക്കുന്നില്ല എന്ന് തീരുമാനിച്ച ആളാണ് ഞാൻ. അത് കഴിഞ്ഞ് കുട്ടി ഉണ്ടായി കഴിഞ്ഞ് ഒട്ടും അഭിനയിക്കില്ല എന്ന് തീരുമാനിച്ച് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മോൾക്ക് 3 മാസം ആകുമ്പോഴാണ് 7 Artsൻ്റെ ഒരു
സെവൻ നൈറ്റ്സും കാളിദാസ കലാകേന്ദ്രയും കൂടെ ഒരു ജോയിൻറ്റ് വെഞ്ചർ ഒരു സീരിയൽ തുടങ്ങുന്നു. മുകേഷ് ഏട്ടനൊക്കെ ഉൾപ്പെടെ അഭിനയിക്കുന്ന ഒരു സീരിയൽ. അപ്പം അതിലേക്ക് വിളിച്ചു ഞാൻ അയ്യോ ഇപ്പം പറ്റില്ലല്ലോ, എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് 3 മാസമായിട്ടുള്ളൂ, മോള് ചെറിയ കുട്ടിയാണ്. വിജയകുമാർ എന്ന് പറയുന്ന പ്രൊഡ്യൂസറാണ്, പേരെടുത്ത് പറയുകയാണ്, സെവൻ ആർട്സിൻ്റെ വിജയകുമാർ എന്ന് പറയുന്ന പ്രൊഡ്യൂസറാണ്. അതേപോലെ ഗായത്രി ഇത്രയും ബിസിനസ്സൊക്കെ ഞങ്ങൾ ചെയ്തേക്കുന്ന മക്കളെയൊക്കെ വെച്ചുകൊണ്ടാണ്, അതുകൊണ്ട് കുഞ്ഞിനെയും കൊണ്ടുപോവാ, അമ്മയും കൂട്ടി എങ്ങനെയാണെന്ന് വെച്ചാൽ കുഞ്ഞിനെയും കൊണ്ടുപോവാ, ഫെസിലിറ്റി ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞ് ആ കുട്ടിയെ കൊണ്ട് വന്ന് ഒരു സെപ്പറേറ്റ് റൂം ലൊക്കേഷനിൽ കുട്ടിയുടെ തൊട്ടിൽ കെട്ടാനും ഒക്കെ സെപ്പറേറ്റ് ഒരു റൂമും കാര്യം സുചിത്രയുണ്ട് കൂടെ, എൻ്റെ കൂടെ ആക്ട്രസ്സായിട്ട് പഴയ സുചിത്രയുണ്ട്. അങ്ങനെ എന്നാൽ പ്രൊഡ്യൂസർ തന്നെ അല്ലെങ്കിൽ ആ പ്രൊഡക്ഷൻ തന്നെ തീരുമാനിച്ചു. 30 വർഷത്തിനിടയിൽ ഞാൻ ഒരാളുടെ ഇടയിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കണ്ടിട്ടില്ല. ഇത് ചെയ്യാൻ പറ്റും നമുക്ക്. അതുകൊണ്ടാണ് ഒരുപക്ഷെ സീരിയലിലേക്ക് ഞാൻ വന്നത് തന്നെ. ആ പ്രായത്തിൽ ആ കുട്ടീനെ കൊണ്ടുവരാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടായതുകൊണ്ടാണ്. എനിക്ക് ഫ്രീ കൊടുക്കേണ്ടപ്പോൾ പാല് കൊടുക്കാം, ഇതെല്ലാം ചെയ്യാം. അല്ലാതെ അമ്മമാരെ എന്ത് ചെയ്യും? See, this is why attrition is so high. Nobody addresses this. See, I haven't read the whole HEMA committee. We've just not had time. It's so long. But this is another issue that in WCC we talk a lot about. Why is it that women have to leave the profession? Either when they get married, either when they, have a child. Yeah, have a child. So this has to be addressed also. How do we make sure that women who do come in, who have experience, have the mobility, the professional mobility plus staying capacity? Now you cannot stay if you don't have facilities in your profession to. You see, attrition is very high for most women in most professions. We know that. But we can only address our profession. I can only, so I'm just talking about this. This is an important. പ്രൊഡ്യൂസറിന്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ഫീമെയിൽ സിനിമാറ്റോഗ്രാഫറിനെ എടുക്കുമ്പോൾ നമ്മൾ ഈ ഡിമാൻഡ് ചെയ്യുന്ന എക്സ്ട്രാ ഫെസിലിറ്റി, ഇപ്പൊ എക്സാമ്പിൾ ക്രഷ് ആണ്, അങ്ങനെ ഒരു ഉണ്ട്. അങ്ങനെ അപ്പോൾ എന്തിന് ഞാനൊരു ലേഡി സിനിമാറ്റോഗ്രാഫറിനെ എടുക്കണം, ഒരു മെയിലിനെ എടുത്താൽ പോരെ എന്നുള്ളൊരു പ്യൂർലി ഒരു പ്രൊഡ്യൂസർ attitudinal problem. It is an attitudinal problem. Why do you want her? Then don't have any women in society. Keep them at home. Keep them at home. Let them be your wives. And actually, that's what they want. Mostly, that's what they want. That you just sit at home ഈ and you ചോദ്യം have. നിൽക്കുമ്പോൾ തന്നെ റോഡിൽ മാത്രം മതി. ഇപ്പൊ അഭിനയിക്കാൻ സ്ത്രീകളല്ലാതെ പറ്റില്ല. ബാക്കി റോഡൊക്കെ ചെയ്തോളൂല്ലോ. അങ്ങനെ ഒരു അപകടം ഇതിലില്ലേ? അപകടം ചോദിക്കണ്ടെന്നാണോ? I'm saying that this is the attitude we need to change. There is no question about it. The moment you have a woman, there are so many problems. No, we want a woman in spite of these extra things. ബേസിക് ആറ്റിറ്റ്യൂഡിൽ ചേഞ്ച് വരാതെ ഇതൊന്നും പോസിബിൾ അല്ലല്ലോ. നമ്മൾ ഈ പറയുന്ന അതെങ്ങനെ മീറ്റ് ചെയ്യുന്നുള്ളതാണ് നമ്മുടെ ഡിമാൻഡ്സും പ്രൊഡ്യൂസറിന്റെ When you ആറ്റിറ്റ്യൂഡ്. believe that women are equal to you, not that they are supposed to sit at your home and cook and clean for you, that they have a right to work, that they have the need to work, they have a need to be ambitious, that women can dream. All these are things. Why is it that only the man can dream and be ambitious? Why can't I be ambitious? Why can't I want to do a film or another woman? You see, these are all bad words connected with women. Ambition. She's an ambitious woman. She wants to work. She wants to take care of the baby. She wants to do everything. No, it's natural. I think, especially in a creative field, you do feel that these are the things that you would expect. Maybe what's happening with doctors? How come it's not? Nobody will say, I don't want a lady doctor. We have to give her maternity leave. We have to give her this. Do you ever ask that question? No. Why is it only in cinema that this question is such an impossible question to deal with? That is my point. Sorry. എനിക്ക് ചോദിച്ചത് നിങ്ങൾ രണ്ടുപേരും പറഞ്ഞേക്ക് എനിക്കൊന്ന് WCC ഇങ്ങനെ ഒരു വിഷയം ഉന്നയിക്കുന്നുണ്ടെന്ന്. എൻ്റെ സംശയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സിനിമ നമ്മൾ ഇൻഡസ്ട്രി വ്യവസായം എന്ന് പറയുന്നത്, പക്ഷെ ഒരിക്കലും ഷൂട്ടിംഗ് സെറ്റ് നമ്മളൊരു തൊഴിലിടം ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. ഇപ്പം
ഒരു ഷൂട്ടിംഗ് സെറ്റിൽ ഇദ്ദേഹം വരുന്നു, തിരിച്ച് കാറിൽ അവരുടെ പ്രൊഡക്ഷൻ്റെ കാറിൽ പോകുന്നു, അതൊരു തൊഴിലിടം. ഇപ്പം നമ്മുടെ അതിജീവിതയുടെ വിഷയത്തിൽ പോലും ഇതൊക്കെയാണ് സംഭവിച്ചത്. അപ്പോൾ ഇത് തൊഴിലിടമായി അംഗീകരിക്കപ്പെടുകയും അതിനനുസരിച്ച് ലേബർ ലോസിൽ ഒരു മാറ്റം വരികയും ചെയ്യുമ്പോഴല്ലേ ഇത്തരം സാധനങ്ങൾ മൈൻഡ് സെറ്റ് അല്ലാതെ വരിക. അപ്പൊ അതിൽ എന്താണ് ചെയ്യാൻ പറ്റുക? This is what I'm saying, that the unions, the associations, everybody has to sit together and find solutions, even the government. I mean, this is not, I'm not a person who believes that there needs so much regulation and all this kind of, we don't want inspectors. All that is not the point. I'm saying that as an industry, we are a very informed industry. Let us sit together. Let all stakeholders sit together and find solutions. It is possible. ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ WCCയുടെ ഭാഗത്ത് നിന്ന് ആവശ്യപ്പെടുമോ? Now that the report is out. Not yet. No, we don't know. We are studying the report. We have got exactly what you all have got. We don't know if there is enough. We are not a legal body. എന്താണ് WCC എന്താണ് ഡിമാൻഡ് ചെയ്യുക? Demand alla nangla, we are going to work. We are going to come out with specific recommendations. We are going to talk to the associations. I hope they talk. We are going to talk to the government. We are going to try and bring changes of that kind. Now, about this legal and police and all that, that is not our job. Do you think any of us have the capacity to go and... it is not our job. There is a government, there is a legal system, there is a law department, there is a lot of things, people. But if there are heinous crimes, there must be somebody answerable. ഈ ലീഗൽ ഫിറ്റേണിൽ നിന്ന് വരുന്ന ഒരു അഭിപ്രായം, ഇതിനകത്ത് തേർഡ് പാർട്ടി ആയിട്ട് പോഷ് ആക്ട് എന്തുകൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്തുകൂടാന്നുള്ളത്, അത്തരം ഒരു സാധനം ആലോചിക്കാനുള്ളതല്ലേ? എങ്ങനെ? സോറി, മനസ്സിലായി. ഈ പോഷ് ആക്ട് പ്രകാരം കേസെടുക്കാം എന്നുള്ളത്, ഇത്തരം ക്രൈംസിൽ പോഷ് ആക്ട് പ്രകാരം ക്രൈമിൽ കേസെടുക്കാം, ഒരു തേർഡ് പാർട്ടി ഇത് മതി എന്നുള്ളതാണ്. അത്തരം ഒരു സാധനത്തെ കുറിച്ച് ആലോചിക്കാനുള്ളതല്ലേ? അല്ല, പക്ഷെ WCC ആണോ അത് ആലോചിക്കുന്നത് is the question. It may be the government, it may be the law department, it may be the Vanita Commission, it may be, if somebody is a member of it may be Amma, it can be anybody. WCC അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നല്ല. I'm not saying that we have not reached there yet, but we believe that if there are heinous crimes, there must be people answering. നമ്മുടെ ടെമ കമ്മിറ്റിയിൽ തന്നെ പറയുന്ന ഒരു സാധനമുണ്ട്, ഈ ഫിലിം ഇൻഡസ്ട്രി, മലയാളം മൂവി ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു വലിയ has a power structure. Yes. You see, we have to understand it's big money. Yes. It is big money. It is not Ada. It's not exactly. This is not about personalizing it. നമ്മൾ അവരെ We are talking രക്ഷിക്കാനല്ല. about, exactly. Nobody is protecting anybody, but this is about big money. The kind of, the things that we are saying, there is a scale that is unimaginable in this industry. We are talking about an industry of many crores giving much revenue to the government. Yes. You see? So, it is not about one person, two persons. There are many. It's from the person who gives the money to the person who makes the money. There is a whole nexus that is almost ununderstandable. So to put it down to one person or two person, I think is completely. ഈ രണ്ടുപേരൊന്നുമല്ല, ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് പോലെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട്, അല്ലെങ്കിൽ This is 15 people or something. I don't even know where she. ഇവരിലെ ചുറ്റും ഇൻഡസ്ട്രി മുഴുവൻ റൺ ചെയ്യുന്നുണ്ട്. പ്രൊഡ്യൂസേഴ്സും ആക്ടേഴ്സും എക്സിബിറ്റേഴ്സും ഒക്കെ, അല്ലെങ്കിൽ ഡയറക്ടേഴ്സും ഒക്കെ ചേരുന്ന ഒരു ഗ്രൂപ്പ്. അപ്പൊ അതിൽ 2 പേരാകാം, 15 പേരാകാം. ഈ ഒരു ഗ്രൂപ്പാണ് എൻ്റയർ ഇൻഡസ്ട്രി റൺ ചെയ്യുന്നത്. ഈ ഒരു പവർ സ്ട്രക്ചർ ആണോ ശരിക്കും ഇതിന്റെ നമ്മൾ കാണുന്ന അതൊരു വളരെ വളരെ തെറ്റായ ഒരു കാഴ്ചയാണത്. ഇവരാണ് റൺ ചെയ്യുന്നത്. നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ഫിഗേഴ്സ് ഇവരാണ്. ഇപ്പം 2-3 സിനിമ ഒരാൾ വന്നിട്ട് ഇപ്പം അനിൽ സാർ ആക്ട് ചെയ്യുക, ഒരു 3 സിനിമ ഹിറ്റായാൽ നാളെ 4ാമത്തെ സിനിമ സാറിൻ്റെ പ്രൊഡക്ഷൻ ബാനറിൽ ഇറങ്ങും. എങ്ങനെ? മണി വരും.
നിങ്ങളിങ്ങനെ നിന്ന് കൊടുത്താൽ മതി, നിങ്ങൾക്ക് വേണ്ടി മണി വരും. ഈ മണിയാണ് ഇവിടെ റൺ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വാങ്ങാൻ പോകുന്ന, ഇപ്പോൾ വാങ്ങുന്നത് നിങ്ങളൊരു 5 ലക്ഷം രൂപക്കാണ് ആദ്യത്തെ സിനിമ അഭിനയിച്ചെങ്കിൽ 3 പടം സക്സസ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഹൈക്ക് വന്നാലും ഒരു 50 ലക്ഷം രൂപ ഓഫർ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് 50 കോടി ഇൻവെസ്റ്റ് ചെയ്യാൻ വേറെ എവിടെ നിന്നോ പമ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ആരാണ് അവിടെ റൺ ചെയ്യുന്നത്? നിങ്ങളും അവിടെ വെറും സ്ലേവായി മാറും. It's a very, very complex industry because of the nature of the money that is. It's not simple. It's not simple at all. In fact, sometimes even I have no idea about it. I think actors know a little more. I'm never on set. I don't know anything about it. വലിയ കാശ് റൺ ചെയ്യുന്നത് ഈ അനിൽ ചോദിച്ചതുപോലെ തന്നെ ഇപ്പം വ്യക്തികളെ, നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ പോലെ വ്യക്തികളെ മാറ്റി നിർത്തിയാൽ ഇപ്പം ഒരു വിധിയുണ്ട്, കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ വിധിയുണ്ട്, വിനയന്റെ. അതിൽ കൃത്യമായി പറയുന്നുണ്ട് അമ്മ ഒരു സ്ഥലത്ത്, പിന്നെ ഫെഫ്കയുടെ തന്നെ ഡയറക്ടേഴ്സ്, പ്രൊഡ്യൂസേഴ്സ്, ടെക്നിക്കൽ സ്റ്റാഫ് എല്ലാം ഉണ്ട്. ഇവരാണ് ഈ സിനിമയിൽ അവർക്ക് താല്പര്യമില്ലാത്ത ഞാൻ പറയുന്നത് വ്യക്തികളല്ല, അതിന്റെ ഓഫീസ് ബെറേഴ്സ്, അത് മാറിക്കൊണ്ടിരിക്കും. ഇവരാണ് സിനിമയിൽ ആവശ്യങ്ങൾക്ക് താല്പര്യമില്ലാത്തവരെ അൺഒഫീഷ്യലോ അല്ലെങ്കിൽ ഒഫീഷ്യലോ ആയിട്ട് ബാൻ ചെയ്യുന്നത്. ഇന്നയാൾക്ക് സിനിമ കൊടുക്കരുത്, ഇന്നയാളുമായിട്ട് വർക്ക് ചെയ്യുന്നവരെ മാറ്റരുത്. ഇത് എങ്ങനെ കാണുന്നു? ഞാൻ ചോദിക്കട്ടെ, ഈ ഫെഫ്ക അമ്മ ഒക്കെ 350, 400, 500, 5000 മെമ്പേഴ്സ്, ഇതിൽ ഏത് മെമ്പർക്കാണ് ഈ ഒരു ഒപ്പീനിയൻ സ്പേസ് അവിടെ ഉള്ളത്? എത്ര പേർക്കുണ്ട്? അപ്പൊ ഇതൊന്നുമല്ല കാര്യം. ഈ ഇൻഡസ്ട്രി റൺ ചെയ്തുകൊണ്ട് പോകുന്ന മണി, ഇത് ബേസിക് ആയിട്ട് ഞാൻ കുറച്ചൊന്ന് സ്റ്റഡി ചെയ്തത് കൊണ്ട് പറയാം അത്തരം കാര്യങ്ങൾ. ഇത്തരം നമ്മളുടെ ഈ മുന്നിൽ നിൽക്കുന്ന സ്റ്റാറും ഗ്ലിറ്ററിങ്ങും ഈ അസോസിയേഷനുകളും ഇതൊക്കെ വെൽഫെയർ അസോസിയേഷനുകളാണ്, അല്ലാതെ ഒരു ട്രേഡ് യൂണിയനോ സംഭവമൊന്നും അല്ല. അപ്പോൾ അത്തരം വെൽഫെയർ അസോസിയേഷനോ എല്ലാം മാറുന്നുണ്ട്. ഇതിലൊന്നും ഉള്ള ആളുമല്ല ഞാൻ. പക്ഷെ ഞാൻ 30 വർഷമായിട്ട് ഇൻഡസ്ട്രിക്കകത്തുള്ള ഒരാളാണ്. അപ്പം ഇതെല്ലാം വിട്ടിട്ട് നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ സർക്കാരിനൊരു വലിയ ഡ്യൂട്ടി ഉണ്ട്, സിനിമയിലെ അക്കൗണ്ടബിലിറ്റി. 1000 crore ക്ലബിലേക്ക് ഒരു ഫിലിം കളക്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഈ 1000 കോടിയുടെ ഫ്ലോ എവിടെയാ? ഈ 1000 കോടി കളക്ട് ചെയ്യുന്ന സിനിമയുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് എത്രയാണ്? ഈ പ്രൊഡക്ഷൻ കോസ്റ്റ് ഇപ്പോൾ 100 കോടി രൂപയാണെങ്കിൽ ഈ 100 കോടിക്ക് ഗവൺമെൻറ്റിൻ്റെ സാങ്ഷൻ എവിടുന്ന? ഈ 100 കോടിയുടെ അക്കൗണ്ടബിലിറ്റി എവിടെയാ? ഏതേത് ബോഡീസിലാണ് ഇത് ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നത്? എവിടെ നിന്നായിരുന്നു അതിൻ്റെ സോഴ്സ് ഓഫ് ഇൻകം? ഇത് സിനിമയിൽ ആരെങ്കിലും ഇത് ചിന്തിക്കുന്നുണ്ടോ? എവിടെ നിന്ന് കൺസെൻറ്റ് എടുക്കുന്നത്? പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലും ഫെഫ്കയിലും മാത്രം രജിസ്റ്റർ ചെയ്യുക. ഇത് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ കണക്കൊക്കെ നോക്കിയാൽ വളരെ വിചിത്രമാണ്. ഇവിടുത്തെ വലിയ ഓരോ സിനിമയുടെ സൂപ്പർ സ്റ്റാർസുകളൊക്കെ വാങ്ങിയിരിക്കുന്ന മാക്സിമം എമൗണ്ട് കണ്ടാവും ഇവർക്ക് ഇത്രയും കൊടുത്താൽ മതി, എന്നാൽ ഞാൻ സിനിമ നിർമ്മിക്കാം എന്ന് തോന്നുന്നതാണ് പ്രോജക്റ്റ്. ഇതിന്റെ ഒന്നും ഡീറ്റെയിൽസ് നമ്മളല്ല നോക്കേണ്ടത്. നമുക്ക് ആവശ്യം നമ്മുടെ കോൺട്രാക്ട് ശരിയാവാൻ ഇതൊന്നും നമ്മളല്ല നോക്കേണ്ടത്. നിങ്ങളും മാധ്യമക്കാരോട് എനിക്ക് വളരെ വളരെ സിമ്പതി ചിലപ്പോൾ തോന്നും. കാരണം ഇതൊന്നും അറിയാതെ എല്ലാ ആധികാരികതയും കയ്യിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ വളരെ 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 പെരിഫറലായി പോലും ടച്ച് ചെയ്യാത്ത ഏതോ ഒരു പോയിന്റിൽ നിന്നിട്ടാണ് ഇത് വേണം അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ് നമ്മൾ സമൂഹത്തിലേക്ക് ഫോൾസ് മെസ്സേജ് കൊടുക്കുന്നത്. ഇത് സിനിമയ്ക്കുള്ളിൽ നിൽക്കുന്നു, മൂവി ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന നിങ്ങളെ പോലുള്ളവരാരും പുറത്തു പറയാതിരുന്ന എക്സിസ്റ്റൻസ് കഴിഞ്ഞ പ്രാവശ്യത്തെ സിനിമയ്ക്ക് എനിക്ക് 10 ലക്ഷം കിട്ടി, എനിക്ക് ഇത്തവണ 15 ലക്ഷം കിട്ടും, ഞാൻ ഹാപ്പി. എന്തിനു ഞാൻ പറയണം? അല്ലാതെ ഈ സിനിമാ രംഗമോ ആ സിനിമയിലൂടെ മെസ്സേജ് കൊടുത്തോണ്ട് വലിയ സാംസ്കാരിക ഔന്നത്യമോ കേരളത്തിനുണ്ടായിട്ട് എൻ്റെ വീട്ടിൻ്റെ അകത്ത് പുതിയ കാറൊന്നും വരില്ല അല്ലേ? ഒരു മിനി കൂപ്പറെ കുറച്ചിട്ട് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ അത് വരണമെങ്കിൽ എനിക്ക് അടുത്ത പ്രാവശ്യം 1 കോടി രൂപ പേയ്മെന്റ് വേണം. ഇഷ്യൂ ഇത് തന്നെയാണ്, ബേസിക് ആയിട്ടുള്ള ഇഷ്യൂ ഇത് തന്നെ. സിനിമയിൽ പ്രൈമറി തിങ് അക്കൗണ്ടബിലിറ്റി വേണം. അക്കൗണ്ടബിലിറ്റി ചെയ്ത് ഇത്ര ഹ്യൂജ്
മണി ട്രാൻസാക്ഷൻ നടക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. ഗവൺമെൻറ്റിന് അതുപോലെ വരുന്നുണ്ട്, ഓരോരുത്തരുടെയും കയ്യിലൊക്കെ വരുന്നുണ്ട്, ഓരോരുത്തരുടെ ലൈഫ് സ്റ്റൈൽ മാറ്റുന്നുണ്ട്, ഇത്രയധികം വരുന്ന ട്രാൻസാക്ഷൻ ഉണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ ആ ഈച്ച് ആൻഡ് എവരി മണി അക്കൗണ്ടബിലിറ്റി ഉണ്ടായി വരുമ്പോൾ ഓരോരുത്തർക്കും കിട്ടുന്ന വേതനത്തിനും ഓരോരുത്തർക്കും കിട്ടുന്ന സ്പേസിനും ഒക്കെ ഡിഗ്നിറ്റി വരും. അവിടെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ വേതനങ്ങളും തൊഴിലും നമ്മൾക്ക് നിശ്ചയിക്കാൻ പറ്റും. ഇതെവിടെയോ ഇങ്ങനെ പറന്ന് നടക്കുന്ന കുറേ നോട്ടുകെട്ടുകളെ നോക്കിയിട്ട് പാറി പറന്ന് നടക്കുന്നതായി പിടിച്ചെടുക്കുന്ന ഒരു തൊഴിൽ സംവിധാനം ഉള്ളയിടത്ത് എവിടുന്ന് തുടങ്ങും?